ഹായ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പി ജിയിൽ കൂടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും പി ജിയെ പറ്റി. അപ്പോൾ പി ജി തന്നെ പൊതുവെ പി ജി എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ ലേഡീസ് പി ജിയാണ് ഉദ്ദേശിക്കുന്നത്. ലേഡീസിനും ജെൻസിനും പി ജി ആവശ്യമായിട്ടുണ്ട്. അപ്പം പൊതുവെ സിറ്റിയിലാണ് കൂടുതലായിട്ട് നമുക്ക് പി ജി റൺ ചെയ്യാൻ സാധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ IT പാർക്കുകൾക്കടുത്ത് അല്ലെങ്കിൽ നല്ല മൾട്ടിനാഷണൽ കമ്പനികളാകുമ്പോൾ പുറത്തു നിന്നുള്ള, അതായത് പുറത്തെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഏരിയ ചൂസ് ചെയ്തിട്ട് വേണം. അവിടെയാണ് നിലവിൽ നിങ്ങൾക്ക് വീടുള്ളതെങ്കിൽ അത് തന്നെ നമുക്ക് പി ജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുപോലുള്ള ഏരിയ ചൂസ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലയൻറ്റിനെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു പി ജിക്ക് മിനിമം ഒരു 4 റൂമെങ്കിലും വേണം. ആ 4 റൂം പല രീതിയിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. അതായത് നമ്മളൊരു റൂമിൽ ഡബിൾ ഡെക്കറോ അല്ലെങ്കിൽ ലെയറായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ബെഡുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ഫാബ്രിക്കേറ്റഡ് പറയണത് അതനുസരിച്ചിട്ട് ആ റൂമിൻ്റെ സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സിംഗിൾ ബെഡായിട്ട് 2ഉം 3ഉം ഒക്കെ ഇടാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണോ നിങ്ങളുടെ ആ റൂമിൻ്റെ സൗകര്യം അനുസരിച്ച് അത് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആവറേജ് ഒരു റൂമിൽ 3 4 വെച്ചിട്ടാണ് ആലോചിച്ച് നോക്കും. അപ്പോൾ 4 റൂം ഉണ്ടെങ്കിൽ ആവറേജ് 12 മുതൽ 16 വരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റും തിരക്കാൻ മനസ്സിലാവും എത്രയാണ് ചാർജ് ചെയ്യുന്നത്. വിത്ത് ഫുഡൊക്കെ 5000, 6000, 8000 ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റി അനുസരിച്ചിരിക്കും. പിന്നീട് മേ ബി കുറച്ചുകൂടെ പ്രീമിയം ലെവലിലേക്ക് പോകണം, നിങ്ങൾക്ക് സിംഗിൾ റൂമായിട്ട് AC ആക്കി കൊടുക്കാം. അതിനുള്ള ആവശ്യക്കാരുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം, നിങ്ങൾ ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസും കൊണ്ടിരിക്കാതെ കുറച്ച് ഫ്രീ ആയിട്ട് ആൾക്കാരുടെ ഇടപെടുക, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ് പുതിയ ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്നതാണ്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ കൂടി പ്രോഫിറ്റ് ഏൺ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സിറ്റിയിൽ തന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനിഷ്യലി നിങ്ങൾ നല്ലൊരു ടൗണിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ പ്രോപ്പർട്ടി വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് പി ജി ആക്കാം. അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു പി ജിക്ക് വേണ്ടി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം, അവിടെയുള്ള ഓഫീസുകൾ അല്ലെങ്കിൽ നല്ല നല്ല ഹോസ്പിറ്റലുകൾ, ഏതൊക്കെ ഓഫീസുകളിലോ അല്ലെങ്കിൽ കോളേജുകളോ സ്കൂളുകളോ എവിടെയൊക്കെയാണ് പുറത്തുനിന്ന് ആൾക്കാർ പഠിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ ഒരു ആഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗഷറുടെ കൊണ്ടുപോകുക. നിങ്ങൾ ചെയ്യുന്ന ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ആൾക്കാരെ എത്തിച്ചേരുന്നതാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും ഇൻ്റർനെറ്റിലൊന്നും ഇത് കിട്ടാത്തതുകൊണ്ട് പല ബ്രോക്കേഴ്സ് ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ ബ്രോക്കേഴ്സ് ത്രൂ എന്താണ്, അവർക്കൊരു കമ്മീഷൻ കൊടുക്കണം. ഇതാകുമ്പോൾ ഡയറക്റ്റ്, അതായത് ക്ലയൻറ്റിനും നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഈ ബ്രോക്കറിനെ കമ്മീഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു 6000 രൂപ 8000 രൂപയ്ക്ക് വേണ്ടി പകുതി പൈസ അല്ലെങ്കിൽ ഫുൾ എമൗണ്ടൊക്കെ ബ്രോക്കർ വാങ്ങിക്കും. 2 കൂട്ടർക്കും നഷ്ടമാണ്. സോ ഡയറക്റ്റ് ഡീലിംഗ് ആകുമ്പോൾ വളരെ നല്ലതാണ്, ജെന്യുവനായിട്ട് ക്ലയൻറ്റിനും ഫീൽ ചെയ്യും. സോ നിങ്ങൾക്ക് അങ്ങനെ ടൗൺഷിപ്പിൽ നിങ്ങൾക്ക് പി ജി നടത്തി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് പി ജിയിൽ എങ്ങനെയാണ് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് തന്നെ അതായത് അവിടെ ഒരു നോക്കാൻ വേണ്ടി ആൾ വേണം. അത് നിങ്ങളൊരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ചാർജ് ഏറ്റെടുക്കാം. അതുപോലെ അവിടെ നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 12 മുതൽ 16 പേർക്ക് ഒരാൾ ഫുഡ് ഉണ്ടാക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒന്നിലധികം പി ജി ഉണ്ടെങ്കിൽ ഒരു 16-32 പേരെ നിങ്ങൾ ഒറ്റ കിച്ചണിൽ നിന്ന് ഇതിന് വേണ്ടുന്ന ഫുഡുകളെല്ലാം വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ കൂടി നിങ്ങൾക്കറിയാം ഫുഡിൽ നല്ല പ്രോഫിറ്റാണ്. 50% പ്രോഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ 50 above ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഫുഡിൽ കൂടി ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞിട്ട് വളരെ വലിയ സദ്യയൊന്നുമല്ല ഒരുക്കുന്നത്. അതിലെല്ലാം വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എൻ്റെ ഫാമിലിക്ക് ഉള്ള ഫുഡും അതിൽ തന്നെ മേക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ താമസിക്കുന്ന വീട് ഇതുപോലെ ടൗൺഷിപ്പ് ഏരിയയിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലാണെങ്കിൽ നിങ്ങൾ താഴത്തെ ഫ്ലോറ് നിങ്ങൾ താമസിച്ചുകൊണ്ട് മുകളിലത്തെ ഫ്ലോറിൽ വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി അവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പി ജി സെറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം പനമ്പള്ളി നഗരം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള പല സിറ്റിയിലും പല ആൾക്കാരും പി ജി റൺ ചെയ്ത് നിരവധി പ്രോപ്പർട്ടി അതിൽ കൂടി തന്നെ വാങ്ങിക്കാനും അവരുടെ ഡേ ടു ഡേ ലൈഫ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വിസിറ്റ് കഴിഞ്ഞാൽ നല്ല ഐഡിയ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ചെയ്യേണ്ട നല്ലൊരു മൈൻഡ് സെറ്റാണോ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർക്ക് കൊടുക്കും. അതിനൊക്കെ ചെറിയ നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് താഴെ നിൽക്കുന്നവർക്ക് ഒരു ശല്യമില്ലാതെ മേളിൽ വളരെ സ്മൂത്തായിട്ട് പി ജി റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ നിലവിലുള്ള വീട് കൺവേർട്ട് ചെയ്ത്, അതായത് നിങ്ങളുടെ മുകളിലത്തെ നില കൺവേർട്ട് ചെയ്ത് പി ജി ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം. അതിന് നിങ്ങൾ വേണ്ടത് നല്ലൊരു ആർക്കിടെക്റ്റിനെ കാണുക മാത്രമേ വേണ്ടൂ. അവർ നിങ്ങൾക്ക് താഴെയുള്ള ആൾക്കാർക്ക് ഒരു ശല്യവും കൂടാതെ മുകളിൽ അത് പി ജി വളരെ ഈസി ആയിട്ട് റൺ ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റി ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങളിതിന് വേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വേണ്ട നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാനാണ്. പിന്നെ അതുവരെ നിങ്ങൾ അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി അവിടുന്ന് വരുന്ന ഗസ്റ്റിന് വേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റി അവരുടെ ഏറ്റെടുത്ത് നല്ല സർവീസ് കൊടുക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് പി ജി റൺ ചെയ്ത് പോകാവുന്നതാണ്. അത് മാത്രമല്ല, ഈവൻ പി ജിയിൽ നമ്മൾ അവർ 10 ദിവസം ലീവിന് പോയപ്പോൾ നിങ്ങൾക്ക് അതിന് വാടക കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം വേണ്ട നല്ല ഒരു മൈൻഡ് സെറ്റ് വേണം. അതുപോലെ ആൾക്കാരുടെ ഇടപെടാനുള്ള എപ്പോഴും നല്ല പ്ലസൻ്റായിട്ട് ചിരിച്ചൊരു മുഖം ഉണ്ടാവണം, ആൾക്കാരുടെ നല്ല പെരുമാറ്റം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു പി ജി റൺ ചെയ്യാൻ പോകുന്നതാണ്. സോ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ, അതായത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർട്ടിയിലൊക്കെ കൂടി എങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ചെയ്യാമെന്നുള്ള കൂടുതൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ. ബൈ.